ഇതൊക്കെ ഞങ്ങള് അലിനക്കും അലീനക്കും നബിദിനത്തിൽ പാട്ട് പാടിയിട്ട് പിന്നെ മെമൻറ്റോസും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസ് കിട്ടി. ക്യാഷ് കിട്ടിയില്ലേ? ക്യാഷ് കിട്ടിയില്ലേ? അയ്യോ, അപ്പം നബിദിനത്തിനാണ് എൻ്റെ രാജീവിൻ്റെ സുഹൃത്തായ രാജീവിൻ്റെ മക്കൾ പാട്ട് പാടിയിട്ട് ആദ്യം ആ പാട്ട് കേൾക്കാം. ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ഈ പന്തലിൻ്റെ പ്രത്യേകം എന്താണോ, ഇത് നബിദിന പ്രോഗ്രാമിന് വേണ്ടി ഇട്ട പന്തലാണ്. അതിൽ തന്നെയാണ് ഓണാഘോഷം നടന്നത്. ബാക്കി നമുക്ക് വിശേഷങ്ങൾക്ക് വരാം. പ്രശസ്ത മാപ്പിള മഹാകവി OM കരുവാരക്കുണ്ടിൻ്റെ ഏതാനും വരികൾ. സുഹറബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാം സലമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പൊന്തോൾ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസൂര അഹമ്മദ് പൂണന്റെ സുഗന്ധവല്ലി മികന്റെ പുകന്റെ കനി പരന്തൻ ലഭിക്കുമ്പം ഫാത്തിമത്ത് സുഹറ. മാപ്പിള മഹാകവി മൊയ്തീൻ കുട്ടി വൈദ്യരുടെ ഏതാനും വരികൾ. ബെളിവിരളുമൈത്തോനല്ല ബഹുത്ത് നാസിൽ ചിലരേതില്ല മളമാക്കിയാൽ ഹരിയിൽ പോലെ മസിൽ സദീത്തിൻ മനസ്സ് പോലെ മസിൽ സദീത്തിൻ മനസ്സ് പോലെ മനദബുബക്കറുടെ വിധമൊളിയുഗമാം തരമുടെ ഇബ്രാഹിം നബിയുടെ തരമാം മനദബുബക്കറുടെ വിധമൊളിയുഗമാം. നമ്മുടെ ഈ കൊളത്തുറമ്പ് നാടെന്ന് പറഞ്ഞാൽ വളരെ ഐക്യത്തോടെയും സമാധാനത്തോടെയും പോകുന്ന നാടാണ്. എല്ലാ മതസ്ഥരും നല്ല സന്തോഷത്തോടു കൂടെ എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിച്ച് പോകുന്നൊരു ആളുകളാണ്. പ്രത്യേകിച്ച് രാജീവേട്ടൻ വളരെ നമ്മളോട് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ആളാണ്. മക്കളെ പാട്ടമ്മക്ക് വളരെ സന്തോഷപ്പെട്ടു. അൽഹംദുലില്ലാ, നമ്മളെ മതമൈത്രി ഉണർത്തുന്നൊരു പരിപാടിയായി മാറി. സന്തോഷം. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണോ, ഇത് മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങ പഞ്ചായത്തിലെ കൊളത്തുപറമ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നാടാണ്. കാരണം ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അത് ഭയങ്കര ഐക്യ മാതൃകാ നാടാണിത് പറയുന്നത്. ഈ ഒരു പന്തലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു. ഇന്നലെ നടന്ന ഓണപ്പരിപാടി ഇവിടെ ഈ പന്തലിൽ വെച്ചാണ് നടന്നത് അല്ലേ? അതേ പന്തലിൽ തന്നെയാണ് ഇന്ന് നബിദിനത്തിൻ്റെ പരിപാടി നടക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് രാജീവ്, പ്രിയ സുഹൃത്ത് രാജീവിൻ്റെ മക്കൾ പാട്ട് പാടിയിട്ടുണ്ട്. വളരെ മനോഹരം. എന്താണ് ജലീൽ, ആദ്യം ജലീൽ പറയും. എന്താണ് ജലീൽ? കമ്മിറ്റി പ്രസിഡന്റ് സുഹൃത്ത് ജലീൽ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? എനിക്കിവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇവിടെയുള്ള പണികളൊക്കെ നാട്ടുകാർ കൂടിയാണ്ട് ചെയ്യലാണ്. അതിൽ ജാതി മതഭേദമന്യെന്ന് ഇവിടെ പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം പണ്ടേനെ ഇവിടെ അങ്ങനെയാണ്. അതെന്താ സംഗതി എന്നുള്ളവരും ഇവിടെ അറിയില്ല. ഈ ഉണ്ണിക്കുട്ടനും രാജീവും അതേപോലെ സ്വീകരണം കൊടുക്കാനും ഒക്കെ എല്ലാ നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ വളരെ ആവേശത്തോടു കൂടി വന്ന് ഇന്ന് രാവിലെ മദ്രസയിൽ നേരിട്ട് വന്ന് അവർ സ്വീകരണം കൊടുത്തിരുന്നു. അതേപോലെ മൈത്രി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നത്. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്, രാജീവ് ഉണ്ട്, ഞങ്ങളുടെ ഒരുപാട് അംഗങ്ങളുണ്ട്, സുരേഷ്, പിന്നെ പ്രമോദ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നത്. ശിവനും എല്ലാം കൂടി ചേർന്നാണ്. ഞങ്ങളത് എല്ലാ പ്രാവശ്യം ചെയ്യണതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അത്ഭുതമില്ല. രാജീവ്, എന്താ തോന്നുന്നു? മക്കളിപ്പോൾ ഇവിടെ വെച്ച് പാട്ടൊക്കെ പാടി എന്താ നിമിഷം എന്ന് പറഞ്ഞാൽ ഇന്ന് തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസത്തിൽ നബിദിനം വരിക എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ പന്തലിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഇവർ ഈ നബിദിനത്തിന് വേണ്ടി ഒരുക്കിയ പന്തലിൽ മൈത്രി എന്ന ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടി ഇതേ പന്തലിൽ നടന്നു. അതേ പന്തലിൽ തന്നെ വന്നിട്ട് നബിദിനത്തിന് എൻ്റെ മക്കളെ കൊണ്ട് 2 മാപ്പിളപ്പാട്ട് പാടിക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. അത് നമ്മുടെ കൊളത്തുപറമ്പിൽ ഒരു സന്തോഷം പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയാണ് ഈ കുളത്തുപറമ്പിൻ്റെ പ്രത്യേകത. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സൗഹൃദം മനസ്സിലാവും. പേര് തന്നെ പറയാം. ജലീലാണെങ്കിലും അലി, ആരിസ്മാനു, അങ്ങനെ ഒരുപാട്, സായിറാണെങ്കിലും ഒരുപാട് പേരിൽ തന്നെ അറിയാലോ. അവരൊക്കെയാണ് നമ്മൾ സുഹൃത്തുക്കൾ. അതേപോലെയാണ് ഇവിടുത്തെ സുഹൃത്ത്. നല്ല സൗഹൃദപരമായിട്ടുള്ള ഏത് പരിപാടിയാണെങ്കിലും ജനങ്ങളായാലും നമ്മളെ നാട്ടുകാരായാലും സൗഹൃദത്തിന് ഒരു കുറവില്ല. ജാതി മതഭേദമന്യേ എല്ലാ പരിപാടിയിലും ആവേശത്തോടെ പങ്കാളികളാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു ഈ പരിപാടിയിൽ, നമ്മുടെ നബിദിനത്തിൻ്റെ പരിപാടിയിൽ പാടാൻ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചതാണ്. അന്ന് മക്കൾക്ക് പറ്റിയില്ല സത്യത്തിൽ. ഇപ്പോൾ അലിസാഹിബ് നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം പറയണ്ടേ ഇന്ന ദിവസമാണ് പരിപാടി. ശരിയാണ്, പാടാം. അലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പാടാൻ ആഗ്രഹിച്ചല്ലേ, ഈ പ്രാവശ്യം നമുക്ക് പാടിക്കണം. മക്കളും റെഡിയാണ്. പുറമല്ലല്ലോ, നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നബിദിന ഓണാശംസകൾ. എന്താ പേര്? അലീന. നന്നായിട്ട് പാടിട്ടാ, ഉഷാറായിട്ടാ.
ഏതായാലും ഉയരങ്ങളിലെത്തട്ടെ. ഉഷാറല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? സൂപ്പറായി. സൂപ്പറാണ്. സൂപ്പറായി. ഇങ്ങനെയുള്ളൊരു അവസരം, ഇങ്ങനത്തെ സംഭവം മറ്റുള്ള മലകളൊക്കെ ഒരു മാതൃകയായിട്ട് കാണട്ടെ. അതാണ് രാജീവിന്റെ മക്കള് എല്ലാ പരിപാടികളിലും മുന്നിലാണ്. അതിലിപ്പോ ഇവര് പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ക്ലബിന്റെ സ്വീകരണത്തിലാണെങ്കിലും എല്ലാറ്റും മുമ്പത്തിലൊക്കെ ഇവരൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും സ്വീകരണം മധുരപരാഗം തരാനും എല്ലാം. അടിപൊളി. എല്ലാ കൊല്ലവും ഇതേപോലെ ഈ പറമ്പ് വെച്ച് നടക്കണം തന്നെ ആഗ്രഹം. സന്തോഷം. ഉണ്ണിക്കുട്ടന്റെ കുട്ടിന്റെ പേരെന്താ? ആ, നബിദിന പരിപാടി കാണാവുന്ന ആണല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.